ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുഞ്ഞെഴുത്തു പുസ്തകത്തിലെ 4ാമത്തെ പാഠമായ പിറന്നാൾ സമ്മാനം എന്ന പാഠമാണ്. ആ പ്രാവ് മുകളിലേക്ക് നോക്കി പറഞ്ഞു, അതാ ആ മുത്തെനിക്ക് വേണം. അത് കേട്ടപ്പോൾ നായ ചോദിച്ചു, നിനക്കെന്തിനാ മുത്ത്? കോഴിയമ്മ പറഞ്ഞു, സമ്മാനം നൽകാനാ. അപ്പോൾ പൂച്ച ചോദിച്ചു, ആർക്കാ സമ്മാനം? കോഴി പറഞ്ഞു, അമ്മുക്കിടാവിന് സമ്മാനം നൽകാൻ. പൂച്ച ചോദിച്ചു, എവിടെയാണ് മുത്ത്? താറാവ് പറഞ്ഞു, ആ നാരകത്തിൽ. അത് കേട്ടപ്പോൾ ആട് ചോദിച്ചു, കൊമ്പിൽ ആര് കയറും? നായ പറഞ്ഞു, എനിക്ക് പറ്റില്ല. പൂച്ച മുകളിലോട്ട് നോക്കി പറഞ്ഞു, അറ്റത്താണല്ലോ. മുകളിലേക്ക് നോക്കി കോഴിയമ്മ പറഞ്ഞു, അതാ കയറേണ്ട, മുത്ത് പൊട്ടുന്നു. ആര് പറിക്കും? മുകളിൽ മുത്തിരിക്കുന്നത് കണ്ട് എല്ലാവരും ചോദിച്ചു, ആര് പറിക്കും? അത് കേട്ടപ്പോൾ പൂച്ച നാരകത്തിൽ കയറി. പക്ഷേ മുത്ത് പറിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ മുള്ളുകൊണ്ട് പൂച്ച താഴേക്ക് വീണു. നായ ചോദിച്ചു, ഇനി എങ്ങനെ പറിക്കും? അങ്ങനെ അവരൊരു വഴി കണ്ടെത്തി. മേലെ മേലെ. ചിത്രം നോക്കൂ, എങ്ങനെയാണ് അവർ നിൽക്കുന്നത്? അടിയിൽ ആട്, അതിനു മുകളിൽ നായ, അതിനു മുകളിൽ കോഴി, അതിനു മുകളിൽ താറാവ്. അങ്ങനെ നിന്ന് മുത്തു പറിക്കാൻ തീരുമാനിച്ചു. കണ്ടില്ലേ? ചിരിയോ ചിരി. കീരി വന്നു, പൂച്ച ചാടി, ആട് ഓടി, നായ കുരച്ചു, കോഴി കൊക്കി, താറാവ് ഓടി. എല്ലാവരും ചിരിച്ചു. പിറന്നാൾ സമ്മാനം. ഇവർ തമ്മിലുള്ള സംഭാഷണം കേട്ടു നോക്കൂ. കൊച്ചു പൂച്ച ചോദിച്ചു, സമ്മാനം കിട്ടിയോ? അമ്മു പറഞ്ഞു, കിട്ടി. പട്ടി ചോദിച്ചു, എന്താ സമ്മാനം? അതു കേട്ട് കോഴിയും ചോദിച്ചു, മുത്താണോ? അപ്പോൾ അമ്മു പറഞ്ഞു, മുത്തല്ല, മുത്തം. അതു കേട്ടപ്പോൾ താറാവ് പറഞ്ഞു, ഓ, ഒന്നാന്തരം മുത്തം തന്നെ. ചന്തമുള്ള പൂമ്പാറ്റ, ചിത്രത്തിന് നിറം നൽകി ഭംഗിയാക്കൂ. വിരൽ ചിത്രങ്ങൾ. തന്നിരിക്കുന്ന പേജിൽ നിങ്ങൾ വിരലുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കൂ. ഓമന പൂമ്പാറ്റേ, ഓരോ പൂവിനും മുത്തം കൊടുക്കും ഓമന പൂമ്പാറ്റേ. ഓരോ പൂവിലും പൂന്തേൻ കുടിക്കും ഓമന പൂമ്പാറ്റേ. ഓരോ ചിറകിലും മഴവില്ലഴക് ഓമന പൂമ്പാറ്റേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യണേ. താങ്ക് യു.